Decoding ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പപ്പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഫ്രീ KS IAS ക്ലാസിന്റെ 15ാമത്തെ ക്ലാസ് ആണ്. അത് തന്നെ CSAT ഇനി മാത്സ് ക്ലാസിന്റെ 2ാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. ഓക്കെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഞാൻ പ്രധാനപ്പെട്ട കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിലെല്ലാത്തിനും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് വീതം ഇവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രാക്ടീസ് മോഡൽ ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ററാക്റ്റീവ് ക്ലാസ്, സൂമിലൂടെയുള്ള ക്ലാസ് പങ്കെടുക്കണം, സിസാറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സിസാറ്റ് ക്ലാസ് നടക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ. നിങ്ങൾക്ക് അതിലേക്ക് കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ IAS-ന്റെയും KS-ന്റെയും പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്സുകളും ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്ത് അതിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. നമുക്കറിയാം PSC അതുപോലെ തന്നെ UPSC എക്സാമിലൊക്കെ കോഡിംഗ് എന്നുള്ള ഒരു സംഗതി എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നതാണ്. അപ്പൊ കോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കൺവേർട്ട് ചെയ്യുക, ഒരു വേർഡ് എന്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളത് ഒരു സെർട്ടൺ പാറ്റേണിലോട്ടോ എക്സ്പ്രഷനിലോട്ടോ കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കോഡിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ഏതെങ്കിലും ആവാം. ആ ഒരു പാറ്റേൺ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യാണ്, അതേപോലെ ഒരു കോഡ് ചെയ്ത ഒരു എക്സാമ്പിൾ നമുക്ക് തരും. എന്നിട്ട് ആ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് നമ്മൾ കോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രധാനമായിട്ട് ഈ ട്രെയിൻ എന്നുള്ളത് കോഡ് ചെയ്തിരിക്കുന്ന ഇതേ രീതിയിലാണ്. അതേസമയത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഫ്ലവർ എന്നുള്ളത് ആ ലാംഗ്വേജിൽ എങ്ങനെ കോഡ് ചെയ്യും. അപ്പൊ ട്രെയിൻ എങ്ങനെ ഇതായി എന്നുള്ള ആ പാറ്റേൺ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്ലവർ കോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഈ എക്സാമ്പിൾസ് കണ്ടെത്താണ് വേണ്ടത്. അപ്പൊ അത് പല രീതിയിലുള്ള കോഡിംഗ് ഉണ്ട്. സിമ്പിൾ അറേഞ്ച്മെന്റ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പാറ്റേൺ സബ്സ്റ്റിറ്റ്യൂഷൻ, ആൽഫബറ്റിക്, ആൽഫ ന്യൂമറിക് കോഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമതാണ് സിമ്പിൾ അറേഞ്ച്മെന്റ് ഉള്ള കോഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ എന്ത് ചെയ്യാം, വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതില് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു സെക്കൻഡ് പോസ് ചെയ്യാൻ ഇങ്ങോട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു കോഡ് ലാംഗ്വേജ് പറയുമ്പോൾ സെർട്ടൻ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ ട്രെയിൻ എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇതേ രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഫ്ലവർ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും, ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സിമ്പിൾ കോഡിംഗ് വരുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കേൾക്കുക കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം. ഓക്കെ, അപ്പൊ ട്രെയിൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ട്രെയിൻ ഇതാണ് ഇങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത്. ട്രെയിൻസ് എന്നുള്ളത് കോഡ് ചെയ്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, RTIASN. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ TR ഉള്ളത് എന്തായിട്ട് മാറി, അടിയിലെത്തും RT ആയിട്ട് മാറി, AI എന്നുള്ളത് IA ആയിട്ട് മാറി, NS എന്നുള്ളത് SN ആയിട്ട് മാറി. ഓക്കെ, രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ത് ചെയ്യാണ്, മാറ്റി എഴുതുന്ന രീതിയിലാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതേ രീതി തന്നെ എന്ത് ചെയ്താൽ മതി, അടുത്ത് കോഡ് ചെയ്താൽ മതി. FL എന്നുള്ളത് സ്വാഭാവികമായിട്ട് LF ആയിട്ട് മാറും, LF. അതുപോലെ തന്നെ OW എന്നുള്ളത് WO, അതുപോലെ തന്നെ ER എന്നുള്ളത് RE. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. LFWO RE. ഓക്കെ, അപ്പൊ B ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊരു സിമ്പിൾ കോഡിങ് നമുക്ക് എക്സാം ആയിട്ട് വരാം. അപ്പൊ ജസ്റ്റ് എന്ത് പാറ്റേൺ ആണ് അവർ ഈ ഒരു കോഡിങ്, അവർ തന്ന കോഡിങ്ങിൽ എന്ത് പാറ്റേൺ ആണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞ് ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓപ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ പാറ്റേൺ തന്നെ വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കും, ഒരു സെക്കൻഡ് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കും. ഓക്കെ, സെർട്ടൺ ലാംഗ്വേജിൽ മെക്കാനിക് എന്നുള്ള കോഡ് ചെയ്ത ഇതേ രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ സെയിം കോഡ് ലാംഗ്വേജിൽ ഓക്കെ വെസ്റ്റ് സൈഡ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കോഡ് ചെയ്യും. അപ്പൊ എങ്ങനെ നിങ്ങൾ ഒരു സെക്കൻഡ് പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക, എന്നിട്ട് എന്റെ ആൻസറിലോട്ട് വരിക. ഓക്കെ,
ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ME എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ EM ആയിട്ട് മാറുന്നുണ്ട്. ഒരു മെത്തഡാണ്. CH എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ HC ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക പൊതുവെ കേട്ടോ. AN എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് NA ആവുന്നുണ്ട്. IC എന്നുള്ളത് CI ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് ടേംസ് എന്ത് ചെയ്യാണ് മാറ്റി കോഡ് ചെയ്യുക ചെയ്ത്. അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ കോഡ് ചെയ്താൽ മതി. BE എന്നുള്ളത് WEW ആവും. അതുപോലെ തന്നെ ST എന്നുള്ളത് TS ആവും. ഓക്കെ STTS. പിന്നെ SI എന്നുള്ളത് IS ആവും. DE എന്നുള്ളത് ED ആവും. ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. EWT SI SI SCD. ഓക്കെ ഓപ്ഷൻ A നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടെത്തുക. ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സിമ്പിൾ കോഡിംഗ് എന്നുള്ളത്. സിമ്പിൾ കോഡിംഗ് പൊതുവെ ഈസിയാണ്. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്ത് നോക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം ഓപ്ഷൻസ് ധാരാളം മോഡൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെയ്ത് നോക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്ന PDF പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമ്മൾ കാണുന്ന ഒരു മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഓക്കെ ഉണ്ടാവാറ്. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കാം. ഒരു ലാംഗ്വേജിൽ ഷുഗർ എന്നുള്ള കോഡ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ടീ കോഡ് ചെയ്തത് ഇങ്ങനെയാണ്. അതേ സമയത്ത് എങ്ങനെയെങ്കിൽ ഗ്രേറ്റ് എങ്ങനെ കോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഒരു സെക്കൻഡ് നിങ്ങൾ പോസ് ചെയ്യുക. എന്നിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ ആൻസർ നോക്കാം. ഓക്കെ ശരി. അപ്പൊ ഷുഗർ കോഡ് ചെയ്തത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കോഡ് ചെയ്തത് ZNMDB. അതേ സമയത്ത് ടീ കോഡ് ചെയ്തത് FLD. ഓക്കെ ഇതേ രീതിയിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ് കോഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. S ഉള്ളടത്ത് Z ആക്കി, U ഉള്ളടത്ത് N ആക്കി, G ഉള്ളടത്ത് M ആക്കി, A ഉള്ളടത്ത് D, R ഉള്ളടത്ത് B. അതേ രീതിയിലാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലോട്ട്. അപ്പൊ ഗ്രേറ്റ് എങ്ങനെ കോഡ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. G ഉള്ളത് ഇവിടെ എങ്ങനെ കോഡ് ചെയ്തത് M ആണ്. അപ്പൊ G ഉള്ളത് M കോഡ് ചെയ്യാം. അതുപോലെ തന്നെ R എങ്ങനെ കോഡ് ചെയ്തത് R ഉള്ളത് B ആണ്. ഓക്കെ അതുപോലെ തന്നെ A കോഡ് ചെയ്തത് എങ്ങനെയാണ് D ആണ് MDB. T കോഡ് ചെയ്ത് എങ്ങനെ ഇവിടെ നോക്കുക T ഇവിടെ F എടുക്കാം. F കോഡ് ചെയ്ത് R കോഡ് ചെയ്ത് B ആണ്. സോറി E കോഡ് ചെയ്ത് L ആണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കിയാൽ MDB FL MBD FL. ഓക്കെ ഓപ്ഷൻ വരുന്നത് B ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ അപ്പൊ ഇത് ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് കോഡിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആ പാറ്റേൺ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടത്. ഓക്കെ ഡയറക്റ്റ് കോഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ ലെറ്റേഴ്സും എങ്ങനെ കോഡ് ചെയ്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതേ സെയിം ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു ചോദിക്കുന്ന ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ എന്ത് ചെയ്തു കോഡ് ചെയ്തുള്ളതാണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യങ്ങളൊന്ന് ഒരു സെക്കൻഡ് പോസ് ചെയ്യുക. എന്നിട്ട് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ആൻസർ ഡിസ്കസ് നോക്കാം. ശരി അപ്പൊ ഇവിടെ കോഡ് ചെയ്തതും ഇത് ഡയറക്റ്റ് കോഡിംഗ് ആണ്. ഓക്കെ നമുക്കന്ന് 20 നോക്കുകയാണെങ്കിൽ 20 എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പേഴ്സ് കൊടുക്കുക ചെയ്തത് 8 6 3 9 8 5. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 11 എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ ഇപ്പൊ E എന്താ അടുത്തത് E എന്ന് പറയുന്നത് 3 ആണ്. 11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് Eക്ക് 3 കൊടുക്കണം. അടുത്ത L എന്താ കൊടുത്തത് നോക്കാം. ഓക്കെ സോറി 11 മറ്റൊരു രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 11 കോഡ് ചെയ്ത് എങ്ങനെയാണ് അതും കൂടി ഇവിടെ എഴുതി വെക്കാം. നിങ്ങൾക്ക് അന്ന് എടുത്ത് എഴുതാൻ പറ്റും. 3 2 3 0 3 9. ഞാൻ ചോദിച്ചത് 12 എങ്ങനെ കോഡ് ചെയ്യുന്നതാണ്. ഓരോ ലെറ്റേഴ്സ് ഏതാണ് നോക്കിയാൽ മതി. T എങ്ങനെ കോഡ് ചെയ്തത് 8 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആൻസർ മാത്രം എഴുതാം 8. W കോഡ് ചെയ്ത് എങ്ങനെയാണ് W ഇതാണ് ഇവിടെ ഉള്ളത് 6 ആണ് 8 6. E കോഡ് ചെയ്തത് 3 ആണ്. ഓക്കെ പിന്നെ L കോഡ് ചെയ്ത് എങ്ങനെയാണ് 2 ആണ്. അതുപോലെ തന്നെ V കോഡ് ചെയ്തത് 2 V കോഡ് ചെയ്തത് 0 ആണ്. അതുപോലെ തന്നെ E കോഡ് ചെയ്തത് 3 ആണ്. ഓക്കെ അപ്പൊ ആ രീതിയിൽ 863 എന്നുള്ള ഒരു 863 ഈ ഒരു ഓപ്ഷൻ C ആണ് ആൻസർ. അപ്പം ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെത്തേഡ് വരുന്നത്. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം കോഡിങ്ങും ഡീകോഡിങ്ങിലും ക്വസ്റ്റ്യൻ വരാന്നുള്ളതാണ്. ഓക്കെ പിന്നെ മറ്റൊരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യനിൽ ഇട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡുകൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ അല്ലയോ എന്നുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ അതാണ് അവിടെ നിങ്ങളുടെ ഇത് കിടക്കുന്നത് ആ പാറ്റേൺ കണ്ടെത്തുക എന്നുള്ളത്.
മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു തരം എന്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു പാറ്റേൺ വരുന്നതാണ്. പാറ്റേൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട മെത്തേഡാണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക, എന്നിട്ട് എന്റെ ഡിസ്കഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ലാംഗ്വേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്ടാങ്കിൾ എന്നുള്ളത് എങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മാത്രമേ എത്ര സമയം എടുക്കുള്ളൂ. നിങ്ങൾ EVCPING ഇങ്ങനെ കോഡ് ചെയ്ത്. ഓക്കെ, എന്താണ് കോഡിംഗ് എന്നുള്ളത്? ഇത് ഒരു എന്താണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് പാറ്റേൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ആ കണക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതാണെന്നുള്ള അറിഞ്ഞിരിക്കണം. അത് അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം വരുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ എഴുതി നോക്കാം. ഇങ്ങനെ 1 2 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, സൈഡിൽ എഴുതി നോക്കാം. ഓക്കെ, ഈ മോഡൽ തന്നെ 2 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതി നോക്കുന്നുണ്ടെന്നില്ല, അങ്ങനെ ABCD എഴുതി നോക്കാം. ഈ കണക്ഷൻ കിട്ടാൻ വേണ്ടി കേട്ടോ. ഇത് ഓൾറെഡി ബൈ ഹാർട്ട് ആയ ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാം വരെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 13 ഹാഫ് ചെയ്താ ബാക്കി 13 പിന്നെ ചെയ്താ 14. (26) വരെ. ഓക്കെ, MNOPQRSTUVWXYZ. ഇനി എന്താ ഇവിടെ കണക്ഷൻ നോക്കാം. 6 എന്ന് പറയുന്നത് എത്ര ലെറ്റർ വരുന്നത്, 6 എന്നാണ് എത്രാമത്തെ സംഖ്യ വരുന്നത് ജസ്റ്റ് നോക്കാം. അറിയുന്ന ആള് 6 എന്നാണ് 18 ആണ്. 18 എന്തായി മാറി, ഇവിടെ ബന്ധമായി ടി എന്ന് പറയുമ്പോൾ എത്രയാണ്, 20 ആണ്. ഇവിടെ എത്ര ആഡ് ആയത്? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാണ്. ഇവിടെ +2 വന്നിട്ടുണ്ട് അല്ലെ, ഇതിലേക്ക് വന്നപ്പോ. ഇ എന്നുള്ള നമ്പർ എത്രയാണ് വരുന്നത്, 5 ആണ്. ഇവിടെ 5 ഇട്ട് ജി എത്ര വരുന്നത്, 7 ആണ്. ഓക്കെ, അപ്പൊ 7ലോട്ട് ജി എത്ര ഇവിടെ എത്ര +2 ആഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് എഴുതി കഴിഞ്ഞാലും എല്ലാം വരുന്നതാണ്. സി എന്ന് ഇയിലോട്ട് ആയപ്പോൾ +2 ആണ്, ടി ഡബ്ല്യു ആയപ്പോൾ +2 ആണ്. അപ്പൊ ഈ സംഖ്യ ASC എന്ന് പറയുമ്പോൾ 1, സി എന്ന് പറയുമ്പോൾ 3 അല്ലെ, 1 3. അപ്പൊ ഈ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ, ഈ കോഡിംഗ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ലെറ്റേഴ്സിലേക്ക് വരുമ്പോൾ അത് 2 ആഡ് ചെയ്തിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണോ അതിലേക്കാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് ഈ ലെറ്റേഴ്സ് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ 2 കഴിഞ്ഞാൽ ഏതാ വരുന്നത് നോക്കിയാൽ മതി. 6 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ലെറ്ററാണ് വരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു 18 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ലെറ്റർ ഏത് വരണം, 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഏത് വരണം, ടി വരണം. ഓക്കെ, അപ്പൊ അതിന് വരുന്നത് ഒന്ന് ടി ആയിരിക്കും, ഫസ്റ്റ് വരുന്ന ടി. 6 ടി വരും. എച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്, എച്ച് എന്ന് പറയുമ്പോൾ 8 ആണ്. 10ാമത്തെ ലെറ്റേഴ്സ് ഏതാണ്, ജെ വരും. ഓക്കെ, ടി ജെ. അപ്പൊ അതിനടുത്ത് ഒ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റേഴ്സ് ആണ്, 15 ആണ്. 15 വരുമ്പോൾ അടുത്ത 17th ലെറ്റർ ക്യൂ വരും, ജെ ക്യൂ. ഓക്കെ, അതുപോലെ തന്നെ എം എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണ്, 13 ആണ്. 13 കഴിഞ്ഞ് 15ാമത്തെ ഒ വരും. ബി എന്ന് പറയുന്നത് 2ാമത്താണ്, അപ്പൊ 4ാമത്തെ ഡി വരും. ഓക്കെ, അതുപോലെ യു എന്ന് പറയുന്നത് എത്രാമത്താണ്, 21 ആണ്. അപ്പൊ 23ാമത്തെ ഡബ്ല്യു വരും. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് എത്രാമത്താണ്, 19. അപ്പൊ 21ാമത്തെ യു വരും. ഓക്കെ, അപ്പൊ ഇത് അറിയാത്ത ആളുകൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. എഴുതി നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം കയ്യിൽ എണ്ണി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അറിയാത്ത ആളുകൾ ഒന്നുകിൽ എഴുതി നോക്കുക, ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ TJQODWU. ഓക്കെ, സി എന്നാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യാം ഇതേ രീതിയിൽ ലെറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഏതാന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇതിനൊരു പാറ്റേൺ കിട്ടും. ഇവിടെ പാറ്റേൺ എന്താണ്, ഓരോ ലെറ്റേഴ്സ് 2 ആഡ് ചെയ്ത പാറ്റേൺ ആക്കിയത്. ആ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ പാറ്റേൺ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് മോഡൽ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇതേ മോഡൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പാറ്റേണിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 1 2 3 10 വരെ ഇട്ടിട്ടൊന്ന് ആൻസർ എന്ത് ചെയ്യുക, കാരണം അതും കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു മാത്സിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.